വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ കാഞ്ഞൂർ പള്ളിയിലെ ദർശന പെരുന്നാൾ നാളെ നടക്കുകയാണ്. അതിനെപ്പറ്റി എൻ്റെ കൂട്ടുകാരി സംസാരിക്കും. റോസ്ലി പൗലോസ്. കാഞ്ഞൂർ ഫൊറോന പള്ളിയിൽ ഫൊറോന പള്ളിയിൽ നമ്മൾ വർഷങ്ങളായി ദർശന തിരുനാളിൻ്റെ ആഘോഷങ്ങൾ നടത്തിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് 15 വർഷമായിട്ട് നേരത്തെ സദ്യയും കൂടി അതിനകത്തുണ്ട്. എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. 15,000-ഓളം ജനങ്ങൾ വന്ന് അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ ഒരു 12 മണി തുടങ്ങി കുർബാന കാലത്ത് പോകുമ്പോഴേക്ക് ആ കുർബാന കഴിഞ്ഞിട്ട് നേർച്ച സദ്യ വെഞ്ചരിക്കും. അത് കഴിഞ്ഞ് നേർച്ച സദ്യ തുടങ്ങും. 12 മണിയൊക്കെ കഴിഞ്ഞ് തുടങ്ങും. ഒരു 6-7 മണി, ചിലപ്പോൾ 8 മണി വരെയും ഭക്ഷണം തീരുന്നവരെ കൊടുക്കും. അത് കഴിഞ്ഞ് കലാപരിപാടികൾക്ക് അതിനകത്ത് പങ്കെടുക്കുന്നവരുണ്ടാവും. അതുകൂടാതെ നമ്മൾ എല്ലാ വർഷവും ദർശന തിരുനാളിന് നേർച്ച സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തലേ ദിവസം ഞങ്ങൾക്ക് പച്ചക്കറികളൊക്കെ അരിഞ്ഞു കൊടുക്കും. അതിനകത്ത് പങ്കെടുക്കുക എല്ലാ ഇതുകളും നമ്മൾ ചെയ്തു പോരാറുണ്ട്. ദർശനത്തിൻ്റെ പിരിവായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും കൂപ്പണുണ്ട്. ആ കൂപ്പൺ തരും. ആ കൂപ്പൺ കൊണ്ട് കൊടുത്ത് എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കുന്നത്. ഓരോ യൂണിറ്റ് തലത്തിലാണ് ഇത് നിർവഹിച്ചു പോകുന്നത്. അപ്പോൾ അത് എല്ലാവരും കൂടി അതിനകത്ത് സഹകരിച്ച് പൈസ ഞങ്ങൾ പിരിപ്പിച്ച് അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ ശരിയാക്കി കൊടുക്കണമല്ലോ. പിന്നെ ഒത്തിരി ആൾക്കാർ സപ്ലൈ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി നല്ല രസമായിട്ട് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. പിന്നെ പ്രദർശനം ഇന്ന് 7-ാം തീയതി വൈകുന്നേരം 4:30 കുർബാന. അത് കഴിഞ്ഞിട്ട് 6-7 മണിക്ക് ആകുമ്പോഴത്തേക്കും പ്രദർശനം 8:30 ആകുമ്പോഴത്തേക്കും പ്രദർശനം കയറും. അത് കഴിഞ്ഞിട്ട് നേർച്ച പായസമുണ്ട്. ആ പായസം വെച്ചിട്ടുണ്ടാവും. ഞങ്ങൾക്ക് വാങ്ങിച്ചിട്ട് പോരും. പിന്നെ രോഗികൾക്ക് ഭക്ഷണം എത്ര നമ്മുടെ ഓരോ വീടുകളിലും രോഗികളായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ജാതി മതഭേദമില്ല, ഇന്ന ആളൊന്നുമില്ല. എല്ലാവർക്കും ഭക്ഷണം ഇങ്ങനെ പാക്ക് ചെയ്ത് ഓരോ പാക്കറ്റിന് കൂപ്പൺ തരും പള്ളിയിൽ തന്നെ. ആ കൂപ്പൺ അവിടെ കൊണ്ടുപോയിട്ട് രോഗികൾക്കാ തരാൻ പറ്റുള്ളൂ. ആണോ? നീ വന്നുണ്ടോടി? അവൻ കുഴപ്പമില്ല. അതേ നിന്നോട് വന്നാൽ മതി, കുഴപ്പമില്ല. വീട്ടിൽ വരാത്ത